നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC LGS മുൻകാല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ്. അതിൽ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ്. എന്തുകൊണ്ട് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയുടെ LGS മെയിൻ എക്സാം എഴുതിയ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, കേരള PSC ഇപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടുതലായി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല നമുക്ക് കവർ ചെയ്യണമെങ്കിൽ മുൻകാല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ 2024 യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയ്ക്ക് നമ്മുടെ ചാനലിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസിൽ നിന്നും ഏകദേശം 65ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരുപാട് സന്തോഷം. ഒത്തിരി സുഹൃത്തുക്കൾക്ക് അതിന് ഉത്തരം ലഭിച്ചു എന്നറിയുന്നു. വളരെ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വളർച്ച. അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ എക്സാമിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കുമെന്ന്. നമ്മുടെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 75നും 85 മാർക്കിനും ഇടയിലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. കാരണം യൂണിവേഴ്സിറ്റിയുടെ LGS മെയിൻ എക്സാം എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് ഇത്രയും കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സുഹൃത്തുക്കളോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും എഴുതിക്കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കരുത്. ആ എക്സാം നമ്മൾ നന്നായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ റാങ്ക് ലിസ്റ്റ് എത്തിയിരിക്കും. ആ എക്സാമിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കരുതി സുഹൃത്തുക്കൾ വിഷമിക്കരുത്. കാരണം നമുക്ക് LDC LGS എന്ന് പറയുന്ന വളരെ വിശാലമായ 2 പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി തന്നെ സുഹൃത്തുക്കൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ഉറപ്പായും നിങ്ങൾക്ക് 2024 LDC LGS ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് യാതൊരു വിഷമവും വേണ്ട. കട്ട് ഓഫിനുള്ളിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല. നമ്മുടെ മുന്നിലുള്ള അടുത്ത എക്സാം ഏതാണോ അതിലേക്ക് നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് സമയം കളയേണ്ട. നമ്മുടെ യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ പാർട്ട് 1ലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ സമ്മേളനമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആയിരിക്കണം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929 ലാഹോർ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനിലാണ് കേട്ടോ. ഇപ്പോഴത്തെ പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമാണ് ആര്? ലാഹോർ എന്ന് പറയുന്നത്. ലാഹോർ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം നടന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് രവി നദിയുടെ തീരത്താണ്. ഇത്രയും ഭാഗം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ലാഹോർ സമ്മേളനത്തിന്റെ വേദി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ലാഹോറിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് രവി നദി, അല്ലെങ്കിൽ നമുക്ക് പറയാം ലാഹോർ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവി നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ലാഹോർ സമ്മേളനം ഏതു നദീ തീരത്ത് വെച്ച് നടന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് രവി തീരത്ത് വെച്ച് നടന്നു എന്നങ്ങ് പഠിക്കുക. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ലാഹോർ സമ്മേളനമാണ്. ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയുവാണേ, ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് 1929 ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ലാഹോറിലെ രവി നദിയുടെ തീരത്ത് വെച്ച് നടന്ന INC സമ്മേളനമായിരുന്നു. ഈ INC സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം അഥവാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്.
ജവഹർലാൽ നെഹ്റു ആദ്യമായി INC-യുടെ പ്രസിഡന്റ് ആകുന്നത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി നമ്മൾ ആലപിക്കുന്നത്. പഠിക്കണം. 1896 കൊൽക്കത്ത INC-യുടെ സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം, നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എന്ത് ചെയ്യുന്നത്, ആലപിക്കുന്നത്. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനി. പഠിക്കുക, ആരാണ്? റഹ്മത്തുള്ള സയാനി. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ടേ. 1896 കൊൽക്കത്ത സമ്മേളനം, ഏതാ കൊൽക്കത്ത സമ്മേളനം? INC-യുടെ കൊൽക്കത്ത സമ്മേളനത്തില് ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചു. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ആര്? റഹ്മത്തുള്ള സയാനി. ആരാണ്? റഹ്മത്തുള്ള സയാനി. 1911 കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള ജനഗണമന ആദ്യമായി ആലപിച്ചത്. അതാണ് ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്. ദേശീയ ഗീതമായാലും ദേശീയ ഗാനമായാലും കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ആലപിക്കപ്പെട്ടത്. എന്നാൽ വർഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും. അപ്പോൾ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്, അല്ലെങ്കിൽ കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചു. 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് BN ധർ ആണ്. പഠിക്കുക, 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് BN ധർ ആണ്. പഠിക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാ സുഹൃത്തുക്കളെ? ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം നിസ്സഹകരണ സമരമാണ്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ആ കൺഫ്യൂഷൻ നമ്മൾ ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് നോക്കാം. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജി. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ഇവിടെ നിന്ന് ഒത്തിരി പോയിന്റ്സ് നമ്മൾ പഠിച്ചു. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. ഈ 3 പേരുടെ പേരും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തിയ ദേശീയ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ CR ദാസുമാണ്. ഈ 3 വ്യക്തിത്വങ്ങളുടെ പേരും സുഹൃത്തുക്കൾ പഠിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് വരിച്ച വനിതകൾ ആരെന്ന് ചോദിച്ചാൽ വാസന്തി ദേവിയും ഊർമിള ദേവിയും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി അറസ്റ്റ് വരിച്ച വനിതകൾ ആര് എന്ന് ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം, ഒരുപാട് ജനങ്ങളെ ചേർത്തുകൊണ്ടുണ്ടാക്കിയ ബഹുജന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, CR ദാസ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ചോദിച്ചാൽ അത് വാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ്. ആരൊക്കെയാണ്? വാസന്തി ദേവിയും ഊർമിള ദേവിയും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിവിൽ ലംഘന പ്രസ്ഥാനം. ഇത് രണ്ടുമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. എന്താണ് സിവിൽ ലംഘന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം. പഠിക്കുക, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം.
സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1929 ലാഹോർ സമ്മേളനമായിരുന്നു. ഗാന്ധിജി 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് 1930 മാർച്ച് മാസം 12-ാം തീയതി. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയ വർഷം 1930 ഏപ്രിൽ മാസം 5-ാം തീയതി. ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1930 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. ഈ 3 പ്രധാനപ്പെട്ട ഡേറ്റുകളും PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഗാന്ധിജി തന്റെ 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ച തീയതി എന്തെന്ന് ചോദിച്ചാല് 1930 മാർച്ച് 12. അപ്പോ 1930 മാർച്ച് 12 യാത്ര ആരംഭിക്കുന്നു. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാല് 1930 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. പഠിക്കുക. സിവിൽ ലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. പ്രധാനമായിട്ടും ഇവിടെ ഒന്ന് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധി നയിച്ച 2ാമത്തെ ജനീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. പഠിക്കുക. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പഠിക്കുന്ന സുഹൃത്തുക്കളെ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. INA സ്ഥാപകൻ ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ബോസ് ആണ്. പഠിക്കുക. INA സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ബോസ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും CSPയും PSP എന്നിങ്ങനെ പറയും കേട്ടോ. CSP ആയിരുന്നാലും PSP ആയിരുന്നാലും ആരാണ് കൊണ്ടുവന്നത്? ജയപ്രകാശ് നാരായണനാണ്. പഠിക്കുക. മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണൽ പാർട്ടി രൂപീകരിച്ചത് ലാലാ ലജ്പത് റായി ആണ്. പഠിക്കുവാനുള്ള പോയിന്റാ പറഞ്ഞത്. മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണൽ പാർട്ടി രൂപീകരിച്ചത് ലാലാ ലജ്പത് റായി. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി ആണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുക അല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി ആണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി ആണ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. INA സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റാഷ് ബിഹാരി ബോസ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നാലും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നാലും സ്ഥാപകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് സഹായിച്ചിരുന്നത് ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. പഠിച്ചോളണേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആണ്. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുക. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത ഈ വ്യക്തി ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. പഠിക്കുക. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളില് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ബച്ചാ ഖാൻ എന്നും അതിർത്തി ഗാന്ധി എന്നും അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാരെന്ന് ചോദിച്ചാൽ അത്
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് പഠിക്കുക. ബച്ചാ ഖാൻ എന്നും അതിർത്തി ഗാന്ധി എന്നും അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാ സുഹൃത്തുക്കളെ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ റെഡ് ഷർട്ട് അല്ലെങ്കിൽ സുർക്ക് പോയി രൂപീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഒന്നുകൂടി പറയാം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ റെഡ് ഷർട്ടുകൾ അല്ലെങ്കിൽ അവരറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുർക്ക് പോഷ്. സുർക്ക് പോഷ് എന്ന സംഘടന രൂപീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് പഠിക്കുക. ഭാരതരത്ന ലഭിക്കുന്ന ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് പഠിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കാരണം ഇത് LGS ലെവൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ആരാ സുഹൃത്തുക്കളെ? ബാലഗംഗാധര തിലകനായിരുന്നു. കാരണം അദ്ദേഹം ഒരു തീവ്രവാദി നേതാവായിരുന്നു. ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തതാണെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളെ ഒന്ന് പഠിക്കാം. ഗോപാലകൃഷ്ണ ഗോഖലെ, മദൻ മോഹൻ മാളവ്യ, MG റാനഡെ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ WC ബാനർജിയും അതുപോലെ തന്നെ ഫിറോസ് ഷാ മേത്ത ഇവരെല്ലാം മിതവാദി നേതാക്കളായിരുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം അവർ ആരൊക്കെയാണെന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുള്ള വ്യക്തികൾ മാറ്റിയിട്ടുള്ള ബാക്കിയുള്ളവരാണ് സുഹൃത്തുക്കളെ പറയുന്നത്. മിതവാദികൾ എന്നറിയപ്പെടുന്ന നേതാക്കള് ഗോപാലകൃഷ്ണ ഗോഖലെ, മദൻ മോഹൻ മാളവ്യ, MG റാനഡെ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി. തീവ്രവാദി നേതാക്കൾ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. അതിനോടൊപ്പം തന്നെ പഠിക്കണം അരബിന്ദ ഘോഷ്. കാരണം ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ അരബിന്ദ ഘോഷിനെ കൂടി ഇതിനോടൊപ്പം പഠിക്കുക. അപ്പോ ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ തീവ്രവാദി നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രി, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാലിനോടൊപ്പം പഠിക്കേണ്ട പോയിന്റ് ആണ് അരബിന്ദ ഘോഷ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദി എന്നും തീവ്രവാദി എന്നും വിഭജിച്ചത് 1907 സൂറത്ത് സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദി എന്നും തീവ്രവാദി എന്നും വിഭജിച്ചത് 1907 സൂറത്ത് സമ്മേളനത്തിലാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 44ാം ഭേദഗതിയാണ് കേട്ടോ. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978 ആണ്. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. 44ാം ഭേദഗതി നിലവിൽ വന്ന വർഷം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 44ാം ഭേദഗതി കൊണ്ടുവന്നത് മൊറാർജി ദേശായി സർക്കാർ. 44ാം ഭേദഗതി കൊണ്ടുവന്ന സർക്കാർ എന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി സർക്കാരാണ്. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ ഒരു അവകാശം മാത്രമായിരിക്കുന്നു. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ ഒരു അവകാശം മാത്രമായിരിക്കുന്നു. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ച പ്രീവിയസ് ചോദ്യം. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 19F ആർട്ടിക്കിൾ 31 എന്നിവ പൗരന്മാർക്ക് സ്വത്ത് കൈവശം വെക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഇതൊന്ന് പഠിച്ചോളനെ. ആർട്ടിക്കിൾ 19(1)F അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 എന്നിവ പൗരന്മാർക്ക് സ്വത്ത് കൈവശം വെക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ഒന്നുകൂടി പറയുവാണേ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44ാം ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978 ആണ്. 44ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് മൊറാർജി ദേശായി സർക്കാരാണ്. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ ഒരു അവകാശം മാത്രമായി മാറിക്കഴിഞ്ഞു. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആർട്ടിക്കിൾ 19(1)F ആർട്ടിക്കിൾ 31 പൗരന്മാർക്ക് സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഹൈക്കോടതിയാണ്. ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നതും ആരാണ്? സുപ്രീം കോടതിയാണ്. സംസ്ഥാനത്തെ പരമോന്നത കോടതിയും ഏറ്റവും ഉയർന്ന കോടതിയും എന്നും അറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാനത്തിലെ പരമോന്നത കോടതി എന്നും ഏറ്റവും ഉയർന്ന കോടതി എന്നും അറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്.
ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോടതി ജില്ലാ കോടതിയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. പഠിച്ചോളെ, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി അറിയപ്പെടുന്ന പേരാണ് മജിസ്ട്രേറ്റ് കോടതി. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നതും സുപ്രീം കോടതി. സംസ്ഥാനത്തിലെ പരമോന്നത കോടതികളിൽ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ജില്ലാ കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ചോദിച്ചാൽ അത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയുമായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതും ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അധ്യക്ഷൻ, അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷൻ, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി അധ്യക്ഷന്മാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പഠിച്ചോളനെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സ്റ്റിയറിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അധ്യക്ഷൻ, അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷൻ, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി അധ്യക്ഷന്മാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. എസ് രാധാകൃഷ്ണനെ പറ്റി നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തി എസ് രാധാകൃഷ്ണനാണ്. പഠിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണനാണ്. പഠിച്ചോളെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന പേരാണ് തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന്. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആയിരുന്നു ചോദിച്ചാൽ എസ് രാധാകൃഷ്ണനാണ്. പഠിച്ചോളനെ, സ്വതന്ത്രം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നു ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. പഠിക്കുക, ലോകത്തിൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കം ചെന്നതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടന. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതുമായ ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അതായത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ, ഇസ്രയേല്, ന്യൂസിലാൻഡ്. പഠിക്കുക, അഖിലിത ഭരണഘടനയുള്ള അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ, ഇസ്രയേല്, ന്യൂസിലാൻഡ്. ബ്രിട്ടൻ, ഇസ്രയേലും ന്യൂസിലാൻഡുമാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നതും ഭരണഘടന എന്ന ആശയം ഉദിച്ച രാജ്യം എന്നറിയപ്പെടുന്നതും ബ്രിട്ടൻ ആണ്. പഠിക്കുക, ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നതും ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം എന്നറിയപ്പെടുന്നതും ബ്രിട്ടൻ ആണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമെന്നും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്. അത് തമ്മിൽ തെറ്റിപ്പോവരുതേ. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നും ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത നാട് എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ് എങ്കിൽ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യവും ഗ്രീസ് ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതും അമേരിക്കൻ ഭരണഘടന. അഖിലിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ, ഇസ്രയേൽ, ന്യൂസിലാൻഡ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നതും ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത നാട് എന്നറിയപ്പെടുന്നതും ബ്രിട്ടൻ ആണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമെന്നും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്.
പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക. ഭരണഘടനയുടെ ആമുഖം സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഒന്നുകൂടി പറയാം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അത് മൗലിക അവകാശങ്ങളാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. ആമുഖത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ പെടാത്തത് മൗലിക അവകാശമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ആമുഖത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് മൗലിക അവകാശമാണ്. ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ആമുഖപ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നങ്ങ് പഠിക്കുക. 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഭിവാജ്യകത. ഇത് 3 PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഭിഭാജ്യകത. കൈസർ ഹേ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയായ സംഭവം എന്ന് ചോദിച്ചാൽ അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പഠിക്കുക. കൈസർ ഹേ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയായ സംഭവം ചോദിച്ചാൽ അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 13 ഏപ്രിൽ 1919. പഠിക്കണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് പഠിക്കാൻ. 19 എന്നങ്ങ് പഠിക്കുക. മാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏപ്രിൽ മാസമാണ്. അതുപോലെ തന്നെ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അത് 13 പഠിക്കുക. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ആണ്. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. പ്രീവിയസ് ചോദ്യമാണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പഠിക്കേണ്ട പോയിന്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ ഹി ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ വനിത സരോജിനി നായിഡു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ ഹി ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയ വനിതയാര് എന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മുടെ മലയാളിയായിട്ടുള്ള സി ശങ്കരൻ നായർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികം 2019 പഠിച്ചോളനെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികം എന്നു ചോദിച്ചാൽ അത് 2019 ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകുന്നതിനിടയായ സംഭവം ചോദിച്ചാൽ അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എളുപ്പമാണ്. 19 അങ്ങ് പഠിക്കുക. മാസം ചോദിച്ചാൽ ഏപ്രിൽ മാസം, തീയതി ചോദിച്ചാൽ 13. അപ്പൊ 13 ഏപ്രിൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ആണ്. അമൃത്സർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് ആണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് പറഞ്ഞത് ഗാന്ധിജിയാണ്. ക്രൗളിംഗ് ഓർഡർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ എ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ വനിതയാണ് ചോദിക്കുന്നെങ്കിൽ അത് സരോജിനി നായിഡു ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച മലയാളിയായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികം 2019 ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത്
യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 1 മാത്രമാണ്. ഇത്രയും നേരം ഈ വീഡിയോ കൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.